ടി.പി. വധക്കേസ് കുറ്റവാളി കൊടി സുനിക്ക് പരോൾ നൽകിയതിൽ രാഷ്ട്രീയ വിവാദം ഉയർത്തുകയാണ് പ്രതിപക്ഷം. പരോൾ അനുവദിച്ചത് പ്രതികളെ പേടിച്ചാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പിന്നിൽ ടി.പി. വധക്കേസ് ഗൂഢാലോചന പുറത്തുവിടുമെന്ന ഭീഷണിയാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചത് ചെയ്യാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുന്നത്. രാഷ്ട്രീയ വിവാദമുയർത്തി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കരുത് എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മറ്റ് പ്രതികൾക്ക് പരോൾ നൽകുമ്പോൾ ഉണ്ടാകാത്ത വിവാദം സുനിയുടെ കാര്യത്തിൽ ഉയർത്തരുത് എന്ന് സഹോദരി പറഞ്ഞു. 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കുള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനോ കിട്ടേണ്ടതല്ലേ? അതേ ഞങ്ങൾ ചോദിക്കുന്നു. 6 വർഷത്തിനു ശേഷം പരോൾ നൽകുന്നത് എങ്ങനെ മഹാപരാധമാകുമെന്നാണ് പി ജയരാജന്റെ ചോദ്യം. നിഖിൽ ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, കോവിഡ് കാലത്ത് പോലും സുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് അതൊരു മഹാപരാധം? ഈ പരോൾ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പി ജയരാജൻ പറയുന്നു. ഇതിൽ ഇനി മാറ്റരുത്, പരോൾ അനുവദിക്കുക തന്നെ വേണമെന്ന് കുടുംബം പറയുന്നു. എന്നാൽ പ്രതിപക്ഷം ഇതിൽ കടുത്ത നിലപാടെടുക്കുന്നുണ്ട്. ഈ കൊലക്കേസ് പ്രതിക്ക് ഈ പരോൾ നൽകുന്നത് ശരിയല്ല, ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് കെ രമ പറയുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരു പുനർചിന്തനത്തിന് വകുപ്പുണ്ടോ? ഇനി എന്താകും ഇതിൽ നടക്കുക? സേതുലക്ഷ്മി, തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടി.പി. കേസും ടി.പി. കേസ് പ്രതികളുടെ CPIM ബന്ധവും ഒപ്പം തന്നെ CPIM നേതാക്കൾ പ്രത്യേകിച്ചും പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയാണ് ഇന്നത്തെ ഈ പരോളുമായി ബന്ധപ്പെട്ട വിഷയത്തോടു കൂടി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ടി.പി. കേസിലെ പ്രതിയായ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ തുടർന്ന് ചർച്ചകൾ നടക്കുന്നതിനിടെ ആ ചർച്ചകൾക്ക് തീവ്രത കൂട്ടിയത് ഇന്നത്തെ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ട്. കോവിഡ് കാലത്ത് ഉൾപ്പെടെ കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അങ്ങനെ കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിന്റെ ഭാഗമായി മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയാണ് കൊടിസുനിക്ക് ഇത്തരത്തിൽ ഈ ഒരു പരോൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലെന്താണ് ഇത്ര വലിയ അപരാധം എന്നതാണ് പി ജയരാജന്റെ ചോദ്യം. സ്വാഭാവികമായും കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് തന്നെയാണ് പി ജയരാജൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പരോളിന് അർഹതയുള്ളയാൾ തന്നെയാണ് കൊടിസുനി എന്നതാണ് പി ജയരാജന്റെ വാദം അക്കാര്യത്തിൽ. അതേസമയം ഈ വിവാദങ്ങളോട് കൊടിസുനിയുടെ കുടുംബത്തിന്റെ പ്രതികരണവും ഇന്ന് വന്നത് ശ്രദ്ധേയം തന്നെയാണ്. കാരണം ടി.പി. കേസിലെ പ്രതികളായ മറ്റാളുകൾക്ക് തന്നെ, അതായത് കൊടിസുനിയെ പോലെ തന്നെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെയും പരോൾ ലഭിക്കുന്നുണ്ട്, അവർ പുറത്തിറങ്ങുന്നുണ്ട്, സമൂഹത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ടി.പി. കേസിലെ മറ്റ് പ്രതികൾക്ക് പരോൾ ലഭിക്കുമ്പോൾ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് കൊടിസുനിക്ക് പരോൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ചോദ്യം. ഇന്ന് തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുനിയുടെ അമ്മയും സഹോദരിയും ചോദിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നും സുനിയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്ന രീതിയിലാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല കർശനമായ ഉപാധികളോടെയാണ് പരോൾ അനുവദിച്ചത്. ആ പരോൾ നൽകുമ്പോൾ പറഞ്ഞ ഉപാധികളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് സുനി തുടരുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ് അതിലൊരു നിബന്ധന എന്ന് പറയുന്നത്. അത് പാലിച്ച വയനാട് ജില്ലയിലാണ് സുനി ഉള്ളത്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? സുനിയുടെ പരോൾ റദ്ദാക്കരുത് എന്നൊരാവശ്യമാണ് കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും കെ രമയും എല്ലാം തന്നെ ഈ വിഷയത്തിൽ CPIMനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ UDFന്റെ പല നേതാക്കളും ഉന്നയിച്ച കാര്യമാണ്. കാരണം ഈ ടി.പി. കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ CPIMും ഒപ്പം തന്നെ സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ഏതെങ്കിലും തരത്തിൽ ടി.പി. കേസുമായി ബന്ധപ്പെട്ട് CPIMന്റെ നേതാക്കൾക്കുള്ള പങ്ക് പുറത്തു വരും. ഈ പ്രതികൾ അത് ഏതെങ്കിലും ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ അത് CPIMന് വലിയ തിരിച്ചടിയാകും. അങ്ങനെ ഒരു ഭയം CPIMനുണ്ട്. പറഞ്ഞതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടി.പി. കേസ്
വലിയ രാഷ്ട്രീയ വിവാദമായി വരുന്നു. കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ.